എല്ലാവർക്കും STK അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, ട്രെൻഡ് പെർസെൻറ്റേജ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട തിയറി കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലോരോ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കറിയാം 2 വർഷം, ആ 2 വർഷത്തെ കാര്യങ്ങൾ പരസ്പരം കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടെത്തുന്നത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. 2010-2011 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സെയിൽസ്, അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതർ ഇൻകം ആൻഡ് ഇൻകം ടാക്സ്. ഈ ഒരു കാര്യങ്ങൾ 2010-ലെയും 2011-ലെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മോട് കാണാൻ പറ്റുള്ളത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 3 കോളത്തിന് അഡീഷണലായിട്ട് 2 കോളം കൂടി ആഡ് ചെയ്യാം. ആദ്യം പെർട്ടിക്കുലേഴ്സ് കൊടുക്കുന്നു, അതുപോലെ 2010 വർഷം കൊടുക്കുന്നു, 2011 2 എമൗണ്ട് കോളം ഓരോ ഇയറിനും കൊടുക്കുന്നു. ദെൻ 4ാമത്തെ കോളം അബ്സൊല്യൂട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അഥവാ 2010-നേക്കാൾ അപേക്ഷിച്ച് 2011 കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ അത് കാണിക്കാനുള്ളൊരു കോളം. അവസാനത്തെ കോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൂടി, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു അത് കാണിക്കുന്നുള്ളൊരു കോളം. ഇങ്ങനെ 2 അഡീഷണൽ കോളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നോക്കൂ, ആദ്യം സെയിൽസ് അതിലുള്ള പോലെ കൊടുത്തു. സെയിൽസ് 4 lakh, 2010 4 lakh, 2011 5 lakh. ഇനി 3ാമത്തെ കോളം അബ്സൊല്യൂട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അഥവാ 2010-നെ അപേക്ഷിച്ച് 2011 കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ. 4 ലക്ഷം ഉള്ളത് 5 ലക്ഷം, അതിൻ്റെ അർത്ഥം 1 lakh കൂടി അല്ലേ. സോ പ്ലസ് 1 lakh. ഇനി അവസാനത്തെ കോളത്തിൽ കാണേണ്ടത് ഈ കൂടിയത് എത്ര ശതമാനമാണ് കൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? 1 lakh ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4 lakh, അഥവാ 1 ലക്ഷമാണ് കൂടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2010-നെ അപേക്ഷിച്ച് 1 ലക്ഷം കൂടിയിട്ടുണ്ട്. സോ അത് എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ ആക്ച്വലി കൂടിയിട്ടുള്ളത് ആ ഒരു എമൗണ്ട്, അഥവാ 1 lakh ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4 lakh. 2010-ലെ തുക അതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25% എന്ന് കിട്ടും. 25% കൂടിയിട്ടുണ്ട് 2010-നെ അപേക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ ഐറ്റവും നമ്മൾ കാണേണ്ടത്. രണ്ടാമത് നോക്കൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം അല്ലേ, അതുകൊണ്ടാണ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. 2 lakh, 2010 2 lakh, 2011 3 lakh. അതിൻ്റെ അർത്ഥം 1 ലക്ഷം കൂടിയിട്ടുണ്ട്. അപ്പോൾ 2010-ലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2011-ലേക്ക് വരുമ്പോൾ 3 lakh, അഥവാ 1 ലക്ഷം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണാം? 1 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 2 lakh, 50% എന്ന് കിട്ടും. ഇനി സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക അല്ലേ? സെയിൽസിൽ നിന്ന് നമ്മുടെ ചിലവ് കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്ന നോക്ക്, 2010 അത് 4 lakh നിന്ന് 2 lakh കുറച്ചപ്പോൾ 2 lakh കിട്ടി. 2011 അത് 5 lakh നിന്ന് 3 lakh കുറച്ചപ്പോൾ 2 lakh. അഥവാ 2010-ലെയും 2011-ലെയും ഗ്രോസ് പ്രോഫിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. അതുകൊണ്ട് 3ാമത്തെ കോളത്തിലും 4ാമത്തെ കോളത്തിലും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ബ്ലാങ്ക് ആക്കി കൊടുത്തു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എന്താ കുറക്കാനുള്ളത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണത്? അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ്. അത് ക്വസ്റ്റ്യന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. 2010 40,000, 2011 1 lakh. കമ്പയർ ചെയ്യുമ്പോൾ 60,000 ഇൻക്രീസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നു. 60,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40,000, 150% നമുക്ക് ലഭിക്കും. അടുത്തത് ഈ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 1,60,000 1 lakh എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 2010-ലെയും 2011-ലെയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ
60,000 മൈനസ് ആണ് കിട്ടുന്നത്. അഥവാ 2010 1,60,000 ഉണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2011 1 ലക്ഷമേ ഉള്ളൂ. അതിനർത്ഥം ഡിക്രീസ്, അത് സൂചിപ്പിക്കാൻ വേണ്ടി -60,000. അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്തു വരുമ്പോൾ 60,000 × 100 ഡിവൈഡ് ബൈ 1,60,000, 37.5% അത് കുറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ മൈനസ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇനി എന്താണുള്ളത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ഇനി അതിലേക്ക് ആഡ് അതർ ഇൻകം, ക്വസ്റ്റ്യനിൽ അതർ ഇൻകം തന്നിട്ടുണ്ട്. അപ്പോൾ ആഡ് അതർ ഇൻകം ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. 20,000 2010 30,000 2011 ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അതർ ഇൻകത്തിൻ്റെതും 2010 20,000 ഉള്ളത് 2011 30,000, 10,000 കൂടിയസോ പ്ലസ് 10,000. അപ്പോൾ എത്രയാണ് ശതമാനം കൂടിയുള്ളത് കാണാൻ വേണ്ടി 10,000 × 100 ഡിവൈഡ് ബൈ 20,000, 50% നമുക്ക് കിട്ടും. ദെൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് ഇപ്പോൾ കിട്ടിയ അതർ ഇൻകം ആഡ് ചെയ്തതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ടാക്സിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് എത്ര? 1,80,000, 1,30,000. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 2010 1,80,000 ഉണ്ട് ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ്, 2011 അത് 1,30,000 കുറഞ്ഞു. അതിനർത്ഥം 50,000 ലെസ്, മൈനസ് ആണ്. സോ -50,000. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് കാണാൻ വേണ്ടി നമ്മൾ 50,000 × 100 ഡിവൈഡ് ബൈ 1,80,000 ചെയ്താൽ 27%, 27% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇത് നമുക്ക് ലാസ്റ്റ് അതിൽ നിന്ന് ടാക്സ് കുറക്കാം. ടാക്സ് 2 വർഷത്തിന് ടാക്സ് പറയുന്നുണ്ട്. 2010 60,000, 2011 70,000. സോ നമുക്ക് ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അത് നമ്മൾ ചെയ്യുമ്പോഴും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണുമ്പോൾ 2010 1,20,000 ഉണ്ട്, 2011 60,000. സോ അതിൽ കുറവ് കാണിക്കുന്നത് 60,000 കുറവ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം 50% നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 വർഷവും കമ്പയർ ചെയ്യുക, എത്രയാണ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, then അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. നേരത്തെ നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച പോലെ തന്നെ ഇവിടെ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ആണ് വരിക എന്ന് മാത്രം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2009 2010 ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റി ഉണ്ട്, റിസർവ്, ലോണ്, ഷെയർ ക്യാപിറ്റൽ. അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ദെൻ കറണ്ട് അസറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നാൽ എങ്ങനെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഈ ചോദ്യത്തിൽ ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം അസറ്റ് എഴുതുന്നു, അതിൽ ഓരോന്ന് എഴുതിയതിന് ശേഷം പിന്നെ ലയബിലിറ്റീസ് താഴോട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3 കോളം പർട്ടിക്കുലേഴ്സ്, അത് നമുക്കറിയാം അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി. ദെൻ 2009 2010 എക്സ്ട്രാ 2 കോളം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ഓർ ഡിക്രീസ്, ദെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ബാലൻസ് ഷീറ്റിലത്തെ ഐറ്റംസ് ആണ് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യുന്നതെന്ന് മാത്രം. അസറ്റ് നോക്കൂ, ഫിക്സഡ് അസറ്റ് 2009 12 ലക്ഷം ഉണ്ട്, 2010 18 ലക്ഷം ഉണ്ട്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? 6 ലാക്ക് ഇൻക്രീസ് ആണ്. ദെൻ അത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, 50% ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് കാണുന്നുണ്ട്. 2 ലാക്ക് 3 ലാക്ക്. 2010 1 ലക്ഷം കൂടിയിട്ടുണ്ട്. സോ അത് നമ്മൾ ഇൻക്രീസ് എന്ന് കാണിച്ചു. എത്ര പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്? എങ്ങനെയാണ്? 1 ലാക്ക് × 100 ഡിവൈഡ് ബൈ 2 ലാക്ക്, അങ്ങനെ 50% ആണ് കിട്ടി. ദെൻ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്നുള്ളത് കാണിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കിട്ടുന്നുണ്ട്, അതും അതുപോലെ കമ്പയർ ചെയ്യാം. അങ്ങനെ ടോട്ടൽ അസറ്റ് നമുക്ക് കിട്ടുന്നു. ആ ടോട്ടൽ അസറ്റും 2009 2010 പരസ്പരം കമ്പയർ ചെയ്യുന്നുണ്ട്. 2009 15 ലാക്കാണ്, 2010 24 ലാക്കാണ്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 9 ലാക്ക് ഇൻക്രീസ് ആണെന്ന് കിട്ടും. ഇതിന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെന്ന് മനസ്സിലാക്കുക? 9 ലാക്ക് × 100 ഡിവൈഡ് ബൈ 15 ലാക്ക്, അങ്ങനെ 60% ഇൻക്രീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ലയബിലിറ്റീസ്, അതിൽ ആദ്യം ഷെയർ ക്യാപിറ്റലാണ്, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നു. 100% ഇൻക്രീസ് ഉണ്ട്, കാരണം 5 ലക്ഷം ഉള്ളത് 10 ലക്ഷമായിട്ടുണ്ട്. സോ 100% ഇൻക്രീസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ റിസർവ് നോക്കൂ, 3 ലാക്ക് ഉള്ളത് 2 ലാക്കായി കുറഞ്ഞേക്കാണ്.
അതുകൊണ്ട് തന്നെ അത് മൈനസ് സൂചിപ്പിക്കാൻ വേണ്ടി ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്, നെഗറ്റീവ് ഫിഗർ സൂചിപ്പിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഡിക്രീസ് 1 lakh ആണ്. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് 33.3 ആണ് അതിൻ്റെ ഡിക്രീസിങ് പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കുന്നത്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ഇത് രണ്ടും ആഡ് ചെയ്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അത് നമ്മളങ്ങനെ സെപ്പറേറ്റ് കാണണം. കാരണം ലയബിലിറ്റി സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലാതെ ലോണ്, അതുപോലെ തന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് തുടങ്ങിയ ലയബിലിറ്റീസ് വന്നാലും അത് ലയബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കാം. അതുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് സെപ്പറേറ്റ് ഹെഡ് കൊടുക്കാൻ കാരണം. സോ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആഡ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അവിടെ കാണിച്ചിട്ടുണ്ട് 8 lakh 12 lakh രണ്ടും കമ്പയർ ചെയ്യൂ, അതിൻ്റെ പെർസെൻറ്റേജ് കാണുന്നു. ദെൻ 12% ലോൺ ലയബിലിറ്റി ആണ്, അല്ലേ, ലോങ് ടേം ലയബിലിറ്റി ആണ്. ദെൻ അത് 5 lakh 8 lakh 3 lakh ഇൻക്രീസ് ആണ്, 60% ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ തന്ന കറൻറ്റ് ലയബിലിറ്റീസ് 2 lakh ഉള്ളത് 4 lakh ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 2 lakh ഇൻക്രീസ് ആണ്, 100% ഇൻക്രീസ് അതിൽ ഉണ്ട്. ദെൻ നമുക്ക് ബോറോവഡ് ഫണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ലോൺ എമൗണ്ടിൻ്റെയും അതുപോലെ കറൻറ്റ് ലയബിലിറ്റിയും ഇത് രണ്ടും കൂടിയാണ് ബോറോവഡ് ഫണ്ട് എന്നൊരു ഹെഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലാക്കുക. അഥവാ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് കടമായിട്ടെടുത്ത ഫണ്ട് എന്ന സെപ്പറേറ്റ് ഒരു ഹെഡ് കാണിച്ചു എന്ന് മാത്രം. ഇതെല്ലാം ലയബിലിറ്റി സൈഡിലാണ് വരിക. ഇപ്പോൾ കറൻറ്റ് ലയബിലിറ്റിയും അതുപോലെ തന്നെ ലോണും സെപ്പറേറ്റ് ഒരു ഹെഡാക്കി കൊടുത്താണ് ബോറോവഡ് ഫണ്ട്. ഷെയർ ക്യാപിറ്റലും അതുപോലെ റിസർവുമാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന സെപ്പറേറ്റ് ഹെഡ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. ദെൻ ടോട്ടൽ ഫണ്ട് അഥവാ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ 15 lakh 24 lakh നമുക്കറിയാം നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ 9 lakh ഇൻക്രീസ് ആണ്. ദെൻ 60% ഇൻക്രീസ് എന്നതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് താഴെ കാണിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ഏത് വർഷത്താണോ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. ആ ഒരു തുക ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഏത് വർഷത്ത് വെച്ചിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം 2 വർഷത്തെ ഫിഗേഴ്സ് തമ്മിൽ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കുക. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക. ദെൻ ഡിക്രീസ് ആണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് മൈനസ് ഫിഗർ കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് നമുക്ക് നൽകാൻ പറ്റും. പിന്നീട് അതിൻ്റെ പേഴ്സൻറ്റേജ് കാണുക. ആ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ചോദ്യം നോക്കൂ. ഫോളോയിങ് ഇസ് ദ സമ്മറൈസ്ഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് RPL ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡ് 31st March 2012. പ്രിപ്പയർ എ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് RPL ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് സെയിൽസ്, പർച്ചേസ്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായിരിക്കും സാധാരണ വരുന്നത്. നമുക്കറിയാം അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. ദെൻ നെറ്റ് സെയിൽസ് വന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതിൽ തന്നെ സാലറി, ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതിലേക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇത് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടെ ടോട്ടൽ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ 100% നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ബാക്കി അതിൽ വരുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും കമ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ എന്ന് പറയുന്നത് സെയിൽസ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് നമ്മൾ 100% പരിഗണിക്കുന്നു. ഇതിന് ബാക്കി അതിൽ വരുന്ന കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഈ സെയിൽസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനി നോക്കൂ, പർട്ടിക്കുലേഴ്സ്, then അതിൻ്റെ എമൗണ്ട്, പെർസെൻറ്റേജ്, ഒരു അഡീഷണൽ ആയിട്ട് ഒരു കോളം മാത്രം കൂടെ കൊടുത്താൽ മതി. അതിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം. നെറ്റ് സെയിൽസ് 4 lakh അല്ലെ, നമ്മൾ പറഞ്ഞു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സെയിൽസിനെ 100% നമ്മൾ എടുക്കണം എന്നുള്ളത്. സോ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് 100% ആയിരിക്കും. അപ്പോൾ 100% കൊടുത്തു. ലെസ് സെയിൽസിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? കോസ്റ്റ് ഓഫ് സെയിൽസ് 2,40,000 2,40,000 ഉണ്ട്.
അതിൻ്റെ പെർസെൻറ്റേജ് കാണണം. നമ്മൾ പറഞ്ഞു ബാക്കി വരുന്ന ഓരോ ഐറ്റവും സെയിൽസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടണം അല്ലേ. സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് കിട്ടണം. ഇങ്ങനെ ചെയ്യുക 2,40,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4 lakh അഥവാ സെയിൽസിൻ്റെ 4 lakh. കാരണം സെയിൽസുമായിട്ടാണ് ഓരോന്നും കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളത് 60%, 60%. ദെൻ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് എത്ര ഉണ്ട്? 1,60,000. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് വരണം എന്ന് നമുക്ക് കാണണം. സോ 1,60,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 4 lakh 40%, 40% എന്നുള്ള നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്ന് എന്ത് കുറക്കണം? ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാലറീസ് ഉണ്ട്, ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ്, ഇവ ഓരോന്നും ഇതുപോലെ ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടത്? സാലറി 20,000 ഉണ്ട്. അപ്പോൾ ഈ ഒരു 20,000 സാലറി നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവുമെന്ന് കാണണം. അപ്പോൾ നമ്മൾ 20,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 4 lakh 5% എന്ന് കിട്ടും. അങ്ങനെ ഓഫീസ് എക്സ്പെൻസ് കാണാം, ഡിപ്രീസിയേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ് എല്ലാം കാണാം. ദെൻ ഈ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അഥവാ സാലറി, ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ് അതിൻ്റെ ടോട്ടൽ എത്ര? 80,000 വരുന്നുണ്ട്. ഈ 80,000 ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 80,000 എന്ന് കിട്ടും. ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കാണണം? സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണുക? 80,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 4 lakh, അങ്ങനെ 20% നമുക്ക് ഉത്തരം കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും നോൺ ഓപ്പറേറ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിലോ പ്ലാന്റ് എന്ന് തന്നിട്ടുണ്ട്. സോ 6,000 അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമുക്കതിൻ്റെ 86,000 എന്ന് കിട്ടുന്നത് 86,000 അത് നമ്മൾ കാണുന്നു. അതിൻ്റെ പെർസെൻറ്റേജ് കാണുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നോൺ ഓപ്പറേറ്റീവ് ഇൻകം ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ടാക്സ് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഇപ്പോൾ ടാക്സ് തന്നിട്ടില്ല. സോ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ കാണണം. 60,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു 60,000 സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 15%, 15% നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഓരോ കാര്യങ്ങളും സെയിൽസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. സെയിൽസ് നമ്മൾ 100% പരിഗണിക്കുന്നു. ബാക്കി വരുന്ന കാര്യങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. ഇനി നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊരു ചോദ്യം തന്നിട്ട് നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് KPR ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡ് 31 March 2012 പ്രിപ്പയർ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. നമുക്ക് KPR ലിമിറ്റഡിൻ്റെ 2012 അവസാനത്തിലുള്ള ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. അസറ്റ് സൈഡിൽ ഗുഡ് വിൽ, പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. നമ്മോട് ഇതിൽ നിന്ന് കോമൺ സൈസ് ബാലൻസ് ഷീറ്റാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ നമ്മൾ 100% ആയിട്ട് എടുക്കുന്നു. ബാക്കി വരുന്ന ഓരോ ഐറ്റംസും അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിൽ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് 100% എടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് അതുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ വളരെ ഈസിയാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 100% പരിഗണിക്കുക. അഥവാ അസറ്റ് സൈഡിൻ്റെയും ലയബിലിറ്റി സൈഡിൻ്റെയും ടോട്ടൽ 100% പരിഗണിക്കുക. എന്നിട്ട് അതിൽ വരുന്ന ഓരോ ലയബിലിറ്റീസും ഓരോ അസറ്റും അതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. സോ നമുക്ക് സാധാരണ ബാലൻസ് ഷീറ്റിന് പുറമെ 2 ഭാഗത്തും ഒരു അഡീഷണൽ കോളം കൊടുക്കാം. എന്തിനു വേണ്ടി? അതിൻ്റെ ശതമാനം കാണുന്നതിന് വേണ്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷെയർ ക്യാപിറ്റലിൻ്റെ തുക 50,000 50,000 ഈ ഒരു 50,000 ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എത്രയുള്ളത്? 1 lakh ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 50% വരും. സോ പെർസെൻറ്റേജ് 50%. ഇനി അസറ്റ് സൈഡിൽ ഗുഡ് വില്ല് നോക്കൂ. 10,000 ആണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂ. ഈ ഗുഡ് വില്ലിൻ്റെ 10,000 അസറ്റിൻ്റെ ടോട്ടൽ അഥവാ 1 lakhുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 10% വരുന്നു. സോ നമ്മൾ 10% എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ അസറ്റും ഓരോ ലയബിലിറ്റിയും ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ
ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. Following are the comparative income statement of ABC Limited. Calculate trend percentage taking 2008 as the base year and comment on it. 2008 പ്രകാരമുള്ള ഒരു കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രെൻഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്രെൻഡ് റേഷ്യോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ അനലൈസിസ് എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ട്രെൻഡ് പെർസെൻറ്റേജ്. നമുക്കറിയാം ഈ ട്രെൻഡ് പെർസെൻറ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത് ഒരു വർഷം ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നു അല്ലേ. ഏത് വർഷം സാധാരണ ബേസ് ഇയർ എടുക്കൽ? ഏർലിയസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം ഏതാണോ അതാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. ആ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്ന വർഷത്തിലെ ഓരോ ഐറ്റവും, ആ ബേസ് ഇയറിലെ ഓരോ ഐറ്റവും നമ്മൾ 100% പരിഗണിക്കുന്നു. ദെൻ പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഈ ഒരു ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഈ ഒരു ചോദ്യത്തിൽ 2008 ആയിരിക്കും ബേസ് ഇയർ വരിക. 2008 നെറ്റ് സെയിൽസ് 200 അല്ലേ. ഈ ഒരു 200 100% നമ്മൾ പരിഗണിക്കും. ബേസ് ഇയറിൽ വരുന്ന ഓരോ കാര്യങ്ങളും 100% ആകും എന്നുള്ളതാണ് ട്രെൻഡ് റേഷ്യോ പ്രകാരം നമ്മൾ പറയുന്നത്. 2009, 2010, 2011, 2012 ഈ വർഷങ്ങളിൽ വരുന്ന സെയിൽസിൻ്റെ എമൗണ്ട് ഈ 2008 സെയിൽസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ ഐറ്റവും വരുന്നത് ബേസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര വർഷത്തേതാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത്രയും കോളം അഡീഷണലായിട്ട് കൊടുക്കുക. 2008 മുതൽ 2012 വരെ ഇവിടെ ഉണ്ട്. സോ അഡീഷണലായിട്ട് പർട്ടിക്കുലേഴ്സ്, ദെൻ 5 വർഷത്തെ ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പുറമെ 5 വർഷം അഡീഷണൽ കൊടുക്കുക. ട്രെൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് 2008, 2009, 2010, 2011, 2012. ഇനി നോക്കുക നെറ്റ് സെയിൽസ്. നമ്മൾ പറഞ്ഞു ഇവിടെ ബേസ് ഇയർ 2008 ആണ് അല്ലേ. ആദ്യത്തെ വർഷം എന്നുള്ളവർക്ക് ബേസ് ഇയർ 2008 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നെറ്റ് സെയിൽസ് 2008 200 അല്ലേ. ഇനി നോക്കൂ, ഇവിടെ ചെയ്ത് നോക്കൂ. 2008 പെർസെൻറ്റേജ് കോളത്തിൽ മുഴുവൻ 100% പരിഗണിച്ചിരിക്കുന്നത്. അഥവാ 2008 വരുന്ന ഓരോ ഐറ്റവും എത്രയാണ്? 100%. കാരണം 2008 ബേസ് ഇയർ ആണ്. ദെൻ അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള വർഷങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണം നോക്കാം. 2008 നെറ്റ് സെയിൽസ് 200 രൂപയുണ്ട് അല്ലേ. അത് 100% നമുക്കറിയാം. ഇനി 2009 എത്ര നമുക്ക് കിട്ടണം? അപ്പോൾ എങ്ങനെ കാണുക? 2009 സെയിൽസിൻ്റെ എമൗണ്ട് 240 അപ്പോൾ 240 × 100 ഡിവൈഡഡ് ബൈ 200. അഥവാ 2008 ബേസ് ഇയറിലെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെ അതുപോലെ തന്നെ 2010 കാണാം. 2010 സെയിൽസ് എന്ന് പറയുന്നത് 230 230 × 100 ഡിവൈഡ് ബൈ 200. അപ്പോൾ നമുക്ക് 115 കിട്ടും. ഇത് 2011 എങ്ങനെ കാണുക? 2011 സെയിൽസ് 280 280 × 100 ഡിവൈഡഡ് ബൈ 200. അപ്പോൾ നമുക്ക് 140 എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് 2012 സെയിൽസ് 300 രൂപയാണ്. സോ 300 × 100 ഡിവൈഡ് ബൈ 200 150% എന്ന് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ഐറ്റവും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നോക്കൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2008 120 അല്ലേ. അഥവാ അത് 100% നമുക്കറിയാം. 2009 നോക്കാം, 132 2009 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ 132 × 100 ഡിവൈഡ് ബൈ 2008 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 120 അല്ലേ. ഡിവൈഡ് ബൈ 120 നമുക്ക് എത്ര കിട്ടും? 110 എന്ന് കിട്ടും. അതുപോലെ 2010 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 138 × 100 ഡിവൈഡ് ബൈ 2008 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് 120. അത് കമ്പയർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 115 എന്ന് കിട്ടും. ഇങ്ങനെ ഓരോ വർഷത്തുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ വർഷത്തേതും കമ്പയർ ചെയ്യുമ്പോൾ അതേ ഐറ്റം 2008 എത്രയാണോ അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് ട്രെൻഡ് റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രൂപത്തിൽ
ഓരോ ഐറ്റംസും 2008 ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് റേഷ്യോസും മനസ്സിലായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, അതുപോലെ ട്രെൻഡ് പെർസെൻറ്റേജ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഐറ്റം 100% എടുക്കണം അല്ലേ. അത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ സെയിൽസ് 100% എടുക്കുന്നു, ബാക്കി വരുന്ന ഐറ്റംസ് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 100% എടുത്തിട്ട് ബാക്കി വരുന്ന ഓരോ അസറ്റും ലയബിലിറ്റിയും അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ 2 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഫിഗേഴ്സ് പരസ്പരം കമ്പയർ ചെയ്യുന്നു. അബ്സല്യൂട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുന്നു, അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്തുന്നു. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ 2 വർഷത്തെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസാണ് കമ്പയർ ചെയ്യുന്നത്, അസറ്റും ലയബിലിറ്റീസും. എന്നിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ട്രെൻഡ് പെർസെൻറ്റേജ് ആണ് ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ട്രെൻഡ് പെർസെൻറ്റേജിൽ മനസ്സിലാക്കുക, തന്നിരിക്കുന്ന വർഷങ്ങളിൽ ഒരു വർഷം നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നു. സാധാരണ അത് ആദ്യം തന്ന വർഷമാണ് ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. ആ ബേസ് ഇയറിലെ ഓരോ ഐറ്റവും നമ്മൾ 100% പരിഗണിക്കുന്നു. എന്നിട്ട് തുടർന്നുള്ള അങ്ങോട്ടുള്ള ഓരോ വർഷത്തിലെയും ഓരോ ഐറ്റവും ഈ ഒരു ബേസ് ഇയറുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.